Good morning, students. Today we discuss the working of four-stroke petrol engine. In this engine, there are four processes. One is suction, second one is compression, expansion, and exhaust. We are already studied the process. Okay. Is the line diagram of four-stroke petrol engine. In petrol engine, the fuel is mixed well with the air before the admission of the cylinder. ഈ സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫ്യൂൽ എയർ മിക്സർ, അതായത് ചാർജ്, ഇതിനുള്ളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പുറത്തു വെച്ച് തന്നെ എന്ത് ചെയ്യും? എയറിനെയും ഫ്യൂലിനെയും നന്നായിട്ട് മിക്സ് ചെയ്യും. The air fuel mixer is prepared in a device or component is known as carburetor. It's known as carburetor. എയറും ഫ്യൂലും, അതായത് ഫ്യൂൽ എന്ന് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിനിലെ പെട്രോളും എയറും പുറത്ത് വെച്ച് മിക്സ് ചെയ്യുന്ന ആ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് അല്ലെങ്കിൽ കമ്പോണന്റ് ആണ് കാർബുറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതില് ഒരു ഇൻലെറ്റ് വാൽവ് ഉണ്ട്, ഒരു എക്സോസ്റ്റ് വാൽവ് ഉണ്ട്, ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ട്. പെട്രോൾ എഞ്ചിൻ ശ്രദ്ധിക്കേണ്ടത് സ്പാർക്ക് പ്ലഗ് ആണ് ഇതില് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ suction stroke. During the suction stroke, the piston moves TDC to BDC. Inlet valve opens, exhaust valve closes. Inlet valve open, exhaust valve close. The pressure inside the cylinder is decreased below the atmospheric pressure. ഈ പിസ്റ്റൺ TDC നിന്നും BDC-യിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ചേമ്പറിന്റെ ഉള്ളിലെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും താഴോട്ട് വരും. At that time, the air fuel mixer enters to the cylinder through inlet manifold and inlet valve. ഒരു ഇൻലെറ്റ് മാനിഫോൾഡ് ഉണ്ട് ഇവിടെ. ആ ഇൻലെറ്റ് മാനിഫോൾഡിലൂടെയും ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആക്കുന്ന ഇൻലെറ്റ് വാൽവിലൂടെയും ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ചാർജ് സിലിണ്ടറിലേക്ക്. ഓക്കെ, ദിസ് ഈസ് ദ സക്ഷൻ സ്ട്രോക്ക്. വൺസ് അഗൈൻ, the inlet valve open, exhaust valve closed, piston moves TDC to BDC. The pressure inside the cylinder is decreased below the atmospheric pressure. So the air fuel mixer enters into the cylinder. Okay. Then second one, compression stroke. Compression stroke. In this stroke, the inlet valve and exhaust valve remain closed. Inlet valve and exhaust valve remain closed. Piston moves BDC to TDC. Piston BDC നിന്നും TDC-യിലേക്കാണ് മൂവ് ചെയ്യുന്നത്. പിസ്റ്റൺ താഴെ നിന്നും മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും അടഞ്ഞു കിടക്കുകയാണ്. താഴെ നിന്നും മുകളിലോട്ട് മൂവ് ചെയ്യണം. ആ സമയത്ത് ഈ ക്ലോസ്ഡ് സിലിണ്ടറിന്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ എയർ ഫ്യൂൽ മിക്സർ നേരത്തെ വന്ന് കിടക്കുന്നുണ്ട് അതിനുള്ളിൽ. ആ എയർ ഫ്യൂൽ മിക്സറിനെ എന്ത് ചെയ്യും? പിസ്റ്റൺ പ്രസ് ചെയ്യും, നന്നായിട്ട് പ്രസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദ എയർ ഫ്യൂൽ മിക്സർ ഈസ് increased. The pressure of the air fuel mixer is increased. At the end of the compression, ഈ കംപ്രഷന്റെ ഈ പിസ്റ്റൺ നമ്മുടെ
ഇതാണ് നമ്മുടെ ക്രാങ്ക്, കണക്റ്റിംഗ് റോഡ്. ഈ ക്രാങ്ക് പിന്നെ എന്ത് ചെയ്യും? ഇങ്ങനെ കറങ്ങി ഇവിടെ ടോപ്പിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും? പിസ്റ്റൺ ഏറ്റവും ടോപ്പിലെത്തിണ്ടാവും, TDC-ലെത്തിണ്ടാവും. ആ സമയത്ത് അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ സ്ട്രോക്ക് സ്പാർക്ക് പ്ലഗ് ഇഗ്നൈറ്റ്സ്. ഈ സ്പാർക്ക് പ്ലഗിൽ നിന്നും ഒരു സ്പാർക്ക് വരും. അപ്പോ സ്പാർക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? ദ സ്പാർക്ക് പ്ലഗ് ഇഗ്നൈറ്റ് ദ എയർ ഫ്യൂൽ മിക്സർ. അപ്പൊ ഒരു തീപ്പൊരി അതുകൊണ്ട് വരും. ആ തീപ്പൊരി വരുമ്പോൾ ഇതിനുള്ളിലുള്ള ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ഉള്ള എയർ ഫ്യൂൽ മിക്സർ എന്ത് സംഭവിക്കും? ഈസ് ബേൺ. അതെന്ത് ചെയ്യും? കത്തിപ്പിടിക്കും. അങ്ങനെ കത്തിപ്പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സംഭവിക്കുക? ഇതിന്റെ ഇതങ്ങ് കത്തുമ്പോൾ ഇതങ്ങ് എക്സ്പാൻഡ് ചെയ്യും. ഈ എയർ ഫ്യൂൽ മിക്സർ എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുകയാണ് ഇതിലൂടെ കിടക്കുന്നത്. ഇവിടെ എക്സ്പാൻഷൻ സ്ട്രോക്കിൽ നടക്കുന്നത്. അതിനാണ് നമ്മള് എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ സ്ട്രോക്ക്. ഈ എക്സ്പാൻഷൻ സ്ട്രോക്കിൽ ദ ബേൺഡ് ഫ്യൂൽ അല്ലെങ്കിൽ ബേൺഡ് ചാർജ് ഈസ് pushes the piston down. അപ്പോൾ ഇവിടെ നല്ല ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും നൽകുന്ന ആ പിസ്റ്റൺ, അതിന്റെ പ്രഷർ വീണ്ടും ഒരുപാട് കൂടി. അപ്പൊ അത് എന്ത് ചെയ്യും? താഴോട്ട് പിസ്റ്റനെ താഴോട്ട് പുഷ് ചെയ്യും. pushes the piston downward. പിസ്റ്റനെ താഴോട്ട് പുഷ് ചെയ്യും. ആ പുഷ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യും? ക്രാങ്ക് കറങ്ങും. അതിന്റെ ഒരു ഫോഴ്സ് കൊണ്ടാണ് നമ്മുടെ ഈ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്നത്. ആ ക്രാങ്ക് ഷാഫ്റ്റിന്റെ കറക്കം എങ്ങനെ ഉണ്ടാകുന്ന നേരത്തെ പഠിച്ചു. കണക്റ്റിംഗ് റോഡും ക്രാങ്കും ക്രാങ്ക് ഷാഫ്റ്റ് എല്ലാം കൂടിയും എന്ത് ചെയ്യുന്നു? ഒരുമിച്ചാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. ഓക്കെ. അപ്പൊ ഈ സ്ട്രോക്കിനെ നമ്മള് പവർ സ്ട്രോക്ക് എന്ന് പറയും. ഈ പിസ്റ്റന്റെ മുകളില് പവർ വരുന്നത് ഈ സ്ട്രോക്കിലാണ്. അതുകൊണ്ട് നമ്മള് പവർ സ്ട്രോക്ക് എന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ് വൺ, എക്സോസ്റ്റ് സ്ട്രോക്ക്. In this stroke, inlet valve remains closed, exhaust valve open. In this stroke, inlet valve remains closed, exhaust valve open. Piston moves BDC to TDC. Piston move BDC to TDC. The burned gases inside the cylinder is go out through the exhaust valve. ഇതിനുള്ളിൽ നിന്ന് ബേൺഡ് ഗ്യാസ് എന്ത് ചെയ്യും? ഈ എക്സോസ്റ്റ് വാൽവിലൂടെ പുറത്തേക്ക് പോകും. വീണ്ടും എന്ത് സംഭവിക്കും? ദ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ ഈസ് റിപ്പീറ്റ്ലി. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് അവസാനിക്കുന്നില്ല. ഇതിങ്ങനെ വണ്ടി ഓഫ് ചെയ്യുന്നവരെ എന്ത് ചെയ്യും? ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി, ഈ പിസ്റ്റൺ TDC BDC-യിലേക്ക് വരുമ്പോൾ ഹാഫ് റൗണ്ട് പൂർത്തീകരിക്കും. വീണ്ടും BDC TDC-യിലേക്ക് പോകുമ്പോൾ പിസ്റ്റൺ എന്തൊരു ഹാഫ് റൗണ്ട് പൂർത്തീകരിക്കും. അങ്ങനെ ഒരു റൗണ്ടായി. അപ്പോ ഇവിടെ ഹാഫ് റൗണ്ട്, അടുത്ത ഹാഫ് റൗണ്ട് ഇവിടെ, വീണ്ടും ഒരു ഹാഫ് റൗണ്ട് ഇവിടെ, അടുത്ത ഹാഫ് റൗണ്ട് ഇവിടെ. അങ്ങനെ 4 ഹാഫ് റൗണ്ടുകൾ ചേരുമ്പോൾ 2 ഫുൾ റൗണ്ട് ആവും. അങ്ങനെ 2 റെവല്യൂഷൻ ഒരു പ്രോസസ്സ് അല്ല, ഒരു സൈക്കിൾ പൂർത്തീകരിക്കുമ്പോൾ 2 റെവല്യൂഷൻ എന്ത് ചെയ്യും? ക്രാങ്ക് ഷാഫ്റ്റ് 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും. ഇതെല്ലാം നമ്മുടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരച്ചിരിക്കുന്നത്. എഞ്ചിൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും വർക്ക് ചെയ്യുന്നുണ്ട്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, അങ്ങനെയാണ് വണ്ടി റിവേഴ്സിൽ പോകില്ല എന്ന്. പക്ഷെ എങ്ങനെയാണോ എഞ്ചിന്റെ കറക്കം, ആന്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ തീരുമാനിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗിയർ അല്ലെങ്കിൽ ഗിയർ സിസ്റ്റവും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് സിസ്റ്റം ഒക്കെയാണ് എഞ്ചിൻ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് വണ്ടി മുന്നോട്ട് പോകുന്ന രീതിയിൽ തന്നെയാവും ഈ ഇതിന്റെ നിർമ്മാണം. അപ്പോ ക്ലോക്ക് വൈസിലാണെങ്കിലും ആന്റി ക്ലോക്ക് വൈസിലാണെങ്കിലും നമ്മുടെ വണ്ടി ഫ്രണ്ടിലോട്ട് പോകാനുള്ള രീതിയിലായിരിക്കും അതിന്റെ ഗിയർ ബോക്സ് നിർമ്മാണവും അതിന്റെ സ്റ്റാർട്ടിംഗ് സിസ്റ്റവും എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മള് പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ ക്രാങ്ക് ഇവിടെയാണ് ഇരിക്കുന്നത്, ക്രാങ്ക് പിൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങോട്ടേ മൂവ് ചെയ്യും, കറങ്ങത്തുള്ളൂ, എന്നാലേ താഴോട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഇത് അങ്ങോട്ടാണ് കറങ്ങുന്നതെങ്കിൽ പിസ്റ്റൺ മുകളിലോട്ടാണ് പോവുക. അപ്പൊ നമ്മള് ഇതിന്റെ പൊസിഷൻ നോക്കണം. നമ്മുടെ
ക്രാങ്ക് പിന്നെ ഇരിക്കുന്നത് ഇവിടെയാണ്, ക്രാങ്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് താഴോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഇത് ഇങ്ങോട്ട് തന്നെ വരത്തുള്ളൂ, അത് അങ്ങോട്ട് പോകത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും നോക്കുക, ഇതിങ്ങനെ എന്നിട്ട് ഈ ഇവിടെ നിന്ന് ഇവിടേക്കാണ് ഇത് പൊങ്ങാണ് പോകുന്നത്, പക്ഷെ മുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ക്രാങ്ക് പിൻ ഇവിടെ ആദ്യ പൊസിഷൻ അതിങ്ങനെ കറങ്ങി 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 മുകളിലെത്തുമ്പോൾ പിസ്റ്റൺ മുകളിൽ ഉണ്ടാവും. അപ്പൊ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പിസ്റ്റന്റെ പൊസിഷനും ക്രാങ്കിന്റെ പൊസിഷനും എന്തായിരിക്കണം, ഇത് മുകളിലാണെങ്കിൽ ക്രാങ്കിന്റെ പൊസിഷൻ മുകളിലായിരിക്കണം, ഇത് പിസ്റ്റൺ താഴോട്ടാണെങ്കിൽ ക്രാങ്കിന്റെ പൊസിഷൻ താഴെ ആയിരിക്കണം. അങ്ങനെ ക്രാങ്കിന് ഒരു പൊസിഷനും പിസ്റ്റന്റെ പൊസിഷനും കറക്റ്റ് ആയിരിക്കണം. ചിലർ വരയ്ക്കും പിസ്റ്റൺ മുകളിൽ വരയ്ക്കും, ക്രാങ്ക് ഇവിടെ അടിയിൽ കൊണ്ട് വരയ്ക്കും. അപ്പൊ അങ്ങനെ സംഭവിക്കാത്തത് ഒരിക്കലും സംഭവിക്കത്തില്ല. അപ്പൊ അതിൻ്റെ ഒരു പ്രത്യേകത ഒക്കെ ചിത്രത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കുക, ടോപ്പ് ഡെഡ് സെന്ററിന്റെ അടുത്താണ് നമ്മുടെ പിസ്റ്റൺ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രാങ്ക് മുകളിലാണ്. വീണ്ടും ഈ പൊസിഷൻ ഇവിടെ ടോപ്പില് അടുത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ക്രാങ്ക് മുകളിലാണ്. ഇവിടെ ബോട്ടമിന്റെ ബീഡീസിന്റെ അടുത്തായിട്ടാണ് പിസ്റ്റൺ ഇരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് താഴെയാണ്. ഇവിടെയും ബീഡീസിന്റെ അടുത്താണ് പിസ്റ്റൺ ഇരിക്കുന്നത്, അതുകൊണ്ട് ക്രാങ്ക് താഴെയാണ്. അപ്പൊ അത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. പിന്നെ പിസ്റ്റൺ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അരമാർക്ക് കറക്റ്റ് ആയിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അത് മേലോട്ടായിരിക്കും. ഇവിടുന്ന് താഴോട്ടാണ് പോകുന്നതെങ്കിൽ അരമാർക്ക് കീഴോട്ടായിരിക്കും. ഇവിടുന്ന് മുകളിലോട്ടാണ് സാധനം പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും, അരമാർക്ക് മുകളിലായിരിക്കും. അപ്പൊ അതാണ് ആരോ മാർക്കിന്റെ പ്രത്യേകത. ക്ലോക്ക് വേസിൽ വരയ്ക്കുമ്പോൾ ക്ലോക്ക് വേസിൽ വരയ്ക്കാം, ആന്റി ക്ലോക്ക് വേസ് വരയ്ക്കുന്നവർക്ക് അങ്ങനെ വരയ്ക്കാം. വരയ്ക്കുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം, തെറ്റിപ്പോകരുത്. ഇതെല്ലാം പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, സക്ഷൻ ഷോക്കിൽ ഇൻലെറ്റ് വാൽവ് മാത്രം ഓൺ, എക്സോസ്റ്റ് വാൽവ് ക്ലോസ്ഡ്. കംപ്രഷൻ ഷോക്കിൽ 2 വാൽവും ക്ലോസ്ഡ്. എക്സ്പാൻഷൻ ഷോക്കിൽ 2 വാൽവും ക്ലോസ്ഡ്. എക്സോസ്റ്റ് വാൽവ് മാത്രം ഓപ്പൺ. അതെല്ലാം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ഒരു ലൈനിൽ തന്നെ ക്രാങ്കുകൾ വരയ്ക്കാൻ ശ്രമിക്കുക. ഒരു ലൈനിന് സെൻട്രൽ ലൈൻ അങ്ങ് വരച്ചിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ഇതും അതിന്റെ സെൻട്രൽ ലൈനായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ചിത്രം വരയ്ക്കുമ്പോൾ അതിന്റെ ആ കറക്റ്റ് ആയിട്ട് തന്നെ ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുക. പിന്നീട് എല്ലാം മാർക്ക് ചെയ്യണം. ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ്, സ്പാർക്ക് പ്ലഗ്, TDC, BDC, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, ക്രാങ്ക് പിന്ന്, പിസ്റ്റൺ പിന്നെല്ലാം നമ്മൾ നേരത്തെ ആൾറെഡി പാർട്സ് ഓഫ് ദ എഞ്ചിൻ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. അതെല്ലാം മാർക്ക് ചെയ്യുക. ഇവിടെ എക്സോസ്റ്റ് കൂടി എഴുതാം. എക്സ്ഹോസ്റ്റ് സ്ട്രോക്ക്, സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, എക്സ്പാൻഷൻ സ്ട്രോക്ക്, എക്സോസ്റ്റ് സ്ട്രോക്ക്. ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എക്സോസ്റ്റ് സ്ട്രോക്കിൽ നിന്നും ഈ ബേൺഡ് ഗ്യാസസ്, നമ്മുടെ അവശിഷ്ടമായ പുക പുറത്തേക്ക് പോകുന്ന പ്രോസസ്സിന് ഒരു പേരുണ്ട്. അതിന് പറയുന്ന പേരാണ് സ്കാവെഞ്ചിൻ എന്ന് പറയും. സ്കാവെഞ്ചിൻ. നിങ്ങള് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് സ്കാവെഞ്ചിൻ എന്നാണ് അതിന് പറയാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കരുതുന്നു. ഓക്കെ, താങ്ക് യു all of you.